നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. മലയനോട് തൊടുത്തു മരിച്ച എന്റെ അച്ഛൻ ആദ്യം തന്നെ എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവെക്കുമ്പോൾ കൈവറച്ച ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു. ഒന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോ മോഹിച്ച പെണ്ണു എന്നെ തോൽപ്പിച്ചു. അവസാനം സത്യം വിശ്വസിക്കാതെ ചങ്ങാതിയും തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. മടങ്ങിപ്പോ. നിങ്ങളിപ്പോൾ കേട്ട ഡയലോഗ് മലയാളികൾ ആരെങ്കിലും മറക്കുമോ? ഞാൻ മറക്കില്ല എന്തായാലും. ഞാൻ ഏതോ ഒരു പ്രോഗ്രാമിൽ 5 എപ്പിസോഡ് ചെയ്ത ഒരു പ്രോഗ്രാമിൽ 5 ദിവസവും ഈ ഡയലോഗ് ഇട്ടു. MT സാർ എഴുതി വച്ചിരിക്കുന്ന വാചകങ്ങൾ എത്ര അർത്ഥവ്യാപ്തിയുള്ളതാണല്ലേ. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. മലയനോട് തൊടുത്തു മരിച്ച എൻ്റെ അച്ഛൻ ആദ്യം തന്നെ എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ കൈവിറച്ച ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു. പൊന്നിലും പണത്തിലും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോൾ മോഹിച്ച പെണ്ണും എന്നെ തോൽപ്പിച്ചു. അവസാനം സത്യം വിശ്വസിക്കാതെ ചങ്ങാതിയും തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിൻ്റെ ജീവിതം പിന്നെയും ബാക്കി. മടങ്ങിപ്പോ. ഇപ്പോൾ പടയോട്ടത്തിൽ നസീർ സാർ ഡബ് ചെയ്തതുപോലെ, ആറേക്കാട്ട് അമ്പാടി തമ്പാൻ എന്ന് പറഞ്ഞ വേഷം ഡബ് ചെയ്തതുപോലെ, വടക്കൻ വീരഗാഥയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂക്കയുടെ ഡബ്ബിങ്ങാണ് ഞാൻ ഈ പറഞ്ഞ ഡയലോഗ്. അത് ഒരു 1.5 ഡബ്ബിങ് ആയിപ്പോയി എന്ന് ഞാൻ പറയും. 1989 ആകുമ്പോൾ 36 വർഷം മുമ്പ് വിഷുനാളിലാണ് വടക്കൻ വീരഗാഥ തിയേറ്ററിലെത്തിയത്. MT സാറും ഹരിഹരൻ സാറും മമ്മൂക്കയും ചേർന്ന് മലയാളത്തിന് നൽകിയ എന്നെന്നും ഓർക്കുന്ന സിനിമ. പക്ഷേ അതിൻ്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ ആ പടത്തിൻ്റെ നെഗറ്റീവോ ഫിലിം പ്രിൻ്റോ ഒന്നും മിച്ചമില്ല. പാകപ്പാടം ഉള്ളത് ആർക്കൈവ്സിൽ പോലും ഇല്ല. സ്റ്റുഡിയോ ഒക്കെ പെട്ടെന്ന് ഫിലിം കൺവെർട്ട് ചെയ്ത് ഡീറ്റെയിലേക്ക് മാറുമെന്ന് ഓർക്കാത്തതുകൊണ്ട് നെഗറ്റീവ് ഒന്നും സൂക്ഷിച്ചു വച്ചില്ല KTC. വലിയ നഷ്ടമായിപ്പോയി എന്ന് ഞാൻ പറയും. 34 വർഷം കഴിഞ്ഞിട്ടും വടക്കൻ വീരഗാഥയും അതിലെ ഈ ഡയലോഗും മലയാളി ഇന്നും ഓർക്കുന്നു. ഈ മനോഹരമായ വാചകത്തിൽ അവസാനം എന്ന് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. സത്യം വിശ്വസിക്കാനാകാതെ ചങ്ങാതിയും തോൽപ്പിച്ചു എന്ന് പറയുന്നതിൽ 2 പ്രാവശ്യം അവസാനം MT സാർ അങ്ങനെ എഴുതിയോന്ന് എനിക്കറിയില്ല. പക്ഷേ 2 അവസാനത്തിനും മമ്മൂക്ക കൊടുത്തിരിക്കുന്ന ഒരു വേരിയേഷൻ ശ്രദ്ധിക്കണം. ഗദ്ഗതനായി അദ്ദേഹം സംസാരിക്കുന്നത് മനോഹരമായി മഹാനടൻ ഡബ് ചെയ്തിട്ടുണ്ട്. അഭിനയ വിദ്യാർത്ഥികൾ ഈ ഡയലോഗ് കണ്ട് പഠിക്കണമെന്ന് ഞാൻ പറയും. നമ്മൾ ചുമ്മാ ചുണ്ടനക്കുന്നതിനനുസരിച്ച് വർത്താനം പറയലല്ലോ ഡബ്ബിങ് എന്ന് പറഞ്ഞാൽ. ഒരു കഥാപാത്രത്തിൻ്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കി അവസാനം എന്നുള്ള 2 ടോണിൽ അത് ഡബ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അഭിനയ വിദ്യാർത്ഥികളും ഡബ്ബിങ് വിദ്യാർത്ഥികളും പഠിച്ചിരിക്കണമെന്ന് ഞാൻ പറയും. വടക്കൻപാട്ട് സിനിമകളിലെ ഒരുപാട് ഫ്ലേവറുകളിലുള്ള സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടില്ലേ. 1961 പുറത്തു വന്ന ഉണ്ണിയാർച്ചയാണ് ഈ ജൻസിലെ ആദ്യ ചിത്രം. ചരിത്ര സിനിമ എന്ന് പറഞ്ഞാൽ ഉമ്മിണി തങ്കയാണ് പത്മിനി അഭിനയിച്ച. ഇത് രാഗിണി അഭിനയിച്ച സിനിമയാണ് ഉണ്ണിയാർച്ച. 1961 പുറത്തു വന്നു ഉദയയുടെ. 1000 തെമ്മാടികളെ ഒറ്റയ്ക്ക് നിന്ന് നനമുണ്ണുകൊണ്ട് തല്ലി കാലപുലിയിൽ അയച്ച വീരകേരള സിംഹി എന്ന തലക്കൊട്ട് പരസ്യത്തോടു കൂടിയാണ് 1961 ആഗസ്റ്റ് 24 ഉണ്ണിയാർച്ച തിയേറ്ററിലെത്തിയത്. വീരാംഗനയായ ഉണ്ണിയാർച്ചയുടെ സാഹസിക ജീവിതം, ആരോമൽ ചേകവരുടെ പുത്തരി അംഗം, വഞ്ചകനായ ചന്തുവിൻ്റെ ചതി, ഉണ്ണിയാർച്ചയുടെ ശപഥം, ആരോമലുണ്ണിയുടെ പകവീട്ടൽ തുടങ്ങി വടക്കൻപാട്ടിലെ നാടകീയ മുഹൂർത്തങ്ങളെല്ലാം തന്നെ ഈ ഒറ്റ സിനിമയിൽ കയറ്റി വിട്ടു എന്നുള്ളതാണ് രസം. ശാരംഗവാണിയൊക്കെ നമ്മൾ സമ്മതിക്കണം. ഒരു മുന്നൊരുക്കവുമില്ലാതെ, ഒരു പഠനവും നടത്താതെ സിനിമയുണ്ടാക്കി. പാടിക്കേട്ട ചരിത്ര കഥാപാത്രങ്ങളെ കാണാൻ ജനം കുടുംബസമേതം
തിയേറ്ററിൽ കയറി വമ്പൻ വിജയമായി മാറി ഉണ്ണിയാർച്ച. രാഗിണിയായിരുന്നു ഉണ്ണിയാർച്ച, പ്രേം നസീറായിരുന്നു കുഞ്ഞിരാമൻ, തെക്കുറിശി ചേട്ടനായിരുന്നു കണ്ണപ്പ ചേകവർ, സത്യൻ ആരോമൽ ചേകവരായി, കോട്ടയം ചെല്ലപ്പൻ ചതിയൻ ചന്തുവായി അഭിനയിച്ചത്. അന്ന് തുടങ്ങിയതാണ് ചതിയൻ ചന്തുവിൻ്റെ സിനിമാ കഥകൾ. നിരവധി വടക്കംപാട്ട് സിനിമകൾ ഉണ്ടായി കേരളത്തിൽ. എല്ലാത്തിലും പാണനെ കൊണ്ട് ചന്തുവിൻ്റെ ചതികഥകൾ പാടിച്ച് മലയാളിയുടെ മനസ്സിൽ ചന്തുവിനെ നല്ല ചതിയനാക്കി മാറ്റി. പ്രത്യേകിച്ച് ഉദയ അല്ലെങ്കിൽ ശാരംഗപാണി എന്ന് പറയാം. ഇവിടേക്കാണ് ചന്തുവിനെ പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് വടക്കൻ വീരഗാഥയുടെ വരവ്. ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച, മധുസാറും ശ്രീവിദ്യയും സോമേട്ടനും അഭിനയിച്ച ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച മുതൽ ഇനി കച്ചവട, ഇടി, അടി, കോമഡി പടങ്ങൾ ഞാൻ ചെയ്യുന്നത് കുറയ്ക്കണമെന്ന് ഹരസാർ നിശ്ചയിച്ചു എന്ന് തോന്നുന്നു. കാരണം ഇടവഴിയിൽ പൂച്ച മിണ്ടാപ്പൂച്ചയോടുകൂടി ഹരസാറിൻ്റെ സംവിധാന ഒരു പാറ്റേൺ തന്നെ മാറി, ചുവടുമാറ്റം നടത്തി എന്ന് പറയാം. എം ഡിയുടെ തിരക്കഥയിൽ ഇടവഴിയിലെ പൂച്ച ചെയ്തപ്പോൾ കിട്ടിയ സ്വീകാര്യത ശരിക്കും ഹരസാറിനെ മാറ്റി ചിന്തിപ്പിച്ചിരിക്കാം. വളർത്തുമൃഗങ്ങളും നഗക്ഷതങ്ങളും പഞ്ചാഗ്നിയും അമൃതംഗമയും ഒക്കെ ചെയ്തതോടെ ഇനി ഇത്തരം സിനിമകൾ മതിയെന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. പ്രേം പൂജാരി പോലുള്ള ഒളിയമ്പുകൾ പോലുള്ള ചില തല്ലിപ്പൊളി പടങ്ങൾ അതിനുശേഷം എടുത്തു, അതൊന്നും ഓടിയതുമില്ല. പ്രായമേറി വരികയും വിവിധയിനം വിഗും മീശയും വെച്ച് മടുപ്പാവുകയും 10-40 വർഷം വിഗും മീശയും ഒക്കെ മാറ്റി നസീർ സാർ അഭിനയിച്ചതല്ലേ. ആ സമയത്ത് നസീർ സാറിന് ഒരു അവസാന കാലഘട്ടമായപ്പോൾ ഈ വിഗ് വയ്ക്കുന്നതും ഈ കൃത്രിമ മീശ പല ഇനത്തിൽ വെച്ച് അഭിനയിക്കുന്നതൊക്കെ മടുപ്പ് ആയിത്തുടങ്ങി. ഉദയയുടെ ഏതാണ്ട് എല്ലാ വടക്കംപാട്ട് സിനിമകളിലും നസീർ സാറായിരുന്നല്ലോ നായകൻ. എം ടിയുമായിട്ടാണെങ്കിൽ മുറപ്പെണ്ണ് മുതൽ എം ടി ആദ്യമായിട്ട് എഴുതിയ തിരക്കഥയിലെ നായകൻ എന്നുള്ള നിലയ്ക്ക് മുറപ്പെണ്ണ് മുതൽ നല്ല ആത്മബന്ധമായിരുന്നു. എം ഡി ഒരു ഓപ്പറേഷന് വേണ്ടി ആശുപത്രിയിലായതോടെ ആ ബന്ധം ദൃഢമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, വിജയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ നസീർ സാറ് കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത് ബോധം കിടാനുള്ള മരുന്ന് കൊടുക്കുമ്പോഴും മുന്നിൽ നസീർ സാറ് നിൽപ്പുണ്ട്, ബോധം വീണ്ടും തെളിഞ്ഞു വന്ന് നോക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് നസീർ സാറ് നിൽപ്പുണ്ട്. അങ്ങനെ ആശുപത്രിയിൽ സ്വന്തം സഹോദരനെ പോലെ അവസാനം വരെ നിൽക്കുകയും എന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വിജയിച്ച ശേഷം എം ഡി നാട്ടിലേക്ക് പോകണമെന്ന് വാശി പിടിച്ചപ്പോൾ പോകാൻ പറ്റില്ല, റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി, എഴുത്തും കുന്തമൊക്കെ പിന്നെ മതി എന്ന് പറഞ്ഞിട്ട് സവേര ഹോട്ടലിൽ റൂം എടുത്ത് കൊടുത്ത് അവിടെ താമസിപ്പിക്കുകയും ആശുപത്രിയിലെയും ഹോട്ടലിലെയും ഒക്കെ ബില്ല് സെറ്റിൽ ചെയ്തൊക്കെ നസീർ സാറാണല്ലോ. അങ്ങനെ ഇവർ തമ്മിൽ നല്ല ബന്ധമുണ്ട്. എപ്പോൾ എം ഡി മദ്രാശിയിൽ ചെന്നാലും താൻ വന്ന വിവരം ഒരൊറ്റ ആളിനെ മുടങ്ങാതെ വിളിച്ചറിയിക്കുമായിരുന്നു, അത് പ്രേം നസീറിനായിരുന്നു. അതുപോലെ തന്നെ അവർ പരസ്പരം കണ്ടിരിക്കും. ഹോട്ടലിൽ പ്രേം നസീർ ചെല്ലും, എം ഡി എവിടെയുണ്ടോ ആ ഹോട്ടലിൽ ചെല്ലും, അല്ലെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എം ഡി ചെല്ലും. ഒരിക്കൽ നസീർ സാർ പറഞ്ഞത്, എം ഡി ഈ തൊപ്പി വച്ച് എനിക്ക് മടുത്തു എന്നാണ്. തൊപ്പി എന്ന് പറഞ്ഞാൽ വിഘ്നെ പറയുകയാണ്, ഈ തൊപ്പി വെച്ച് എനിക്ക് മടുത്തു എം ഡി, ഒരു സിനിമ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. എന്നെ വീണ്ടും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനല്ല, നല്ല ഒരു സാധനം ചെയ്യണമെന്ന തോന്നൽ എൻ്റെ മനസ്സിൽ ഒരുപാട് നാളായി കുടിയേറി. എൻ്റെ പങ്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം, എം ടിയുമായി ആലോചിച്ചിട്ടാകാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതുവരെ ആരോടും പറയാത്തത്. എം ടി പറയണം, എൻ്റെ പങ്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം, എനിക്ക് വ്യത്യസ്തമായ ഒരു സിനിമ ചെയ്യണം, നമുക്ക് ആലോചിക്കാമെന്ന് എം ടി സന്തോഷപൂർവ്വം മറുപടിയും പറഞ്ഞു. ആ പ്രോജക്റ്റ് ആണോ വീരഗാഥ അല്ലെങ്കിൽ വീരഗാഥയിലെ ചന്തു എന്ന് എനിക്കറിയില്ല. ചന്തുവായി പ്രേം നസീർ വന്നിരുന്നെങ്കിൽ പടയോട്ടത്തിലെ തമ്പാനെ പോലെ നോട്ടബിൾ ആയേനെ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല. രസകരമായി പടയോട്ടത്തിൽ ആറേക്കാട്ട് അമ്പാടി തമ്പാനെ ചെയ്തല്ലോ സാർ. പക്ഷെ ആ ചർച്ച പിന്നെ എങ്ങും എത്തിയില്ല. പിന്നെ കേട്ടത് നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ അച്ഛൻ അല്ലെങ്കിൽ കുഞ്ചാക്കോ മുതലാളിയുടെ മകൻ ബോബൻ കുഞ്ചാക്കോ ഹരിഹരനോട് വടക്കംപാട്ട് ചെയ്യാൻ പറയുന്നു. അതിലും എത്ര വിശ്വാസയോഗ്യമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അറിഞ്ഞ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ വടക്കംപാട്ട് സിനിമകൾ തുടരെ ചെയ്തിരുന്ന ഉദയ കുഞ്ചാക്കോയുടെ മരണത്തോടെ അതിൻ്റെ സാരഥിയായി ബോബൻ കുഞ്ചാക്കോ വന്നപ്പോൾ അദ്ദേഹം ഹരിഹരൻ സാറിനോട് പറഞ്ഞു, നമുക്ക് ഒരു വടക്കംപാട്ട് സിനിമ ചെയ്താലോ എന്ന് ചോദിച്ചു. പുതിയ കാഴ്ചപ്പാടിൽ ഞാനൊരു വടക്കംപാട്ട് സിനിമ ചെയ്യണം എന്ന്, സാറൊരു വടക്കംപാട്ട് സിനിമ ചെയ്യണമെന്ന് ബോബൻ കുഞ്ചാക്കോ പലവട്ടം ഹരിഹരനെ കാണുമ്പോഴൊക്കെ പറയുമായിരുന്നത്രേ. ആലോചിക്കാമെന്ന ഉത്തരവും ഹരിഹരൻ കൊടുത്തു. എനിക്ക് തോന്നുന്നു ഹരൻ സാറിന് അതിലൊരു വിശ്വാസമില്ലായിരുന്നു തോന്നുന്നു.
ചതിയനെന്നും സ്ത്രീലമ്പടനെന്നും വഞ്ചകനെന്നും ഒക്കെ പറഞ്ഞു കേട്ടിരുന്ന ചന്തുവിൻ്റെ യഥാർത്ഥ മുഖം ഇതാണോ എന്ന കൗതുകകരമായ വിഷയം എം ടി മനസ്സിലിട്ട് വളർത്തി. പാണന്മാരോ വടക്കൻ പാട്ട് കഥയെഴുത്തുകാരോ ഉദയ പോലുള്ള സിനിമാക്കാരോ ചന്തുവിലെ മാന്യനെയോ നല്ലവനെയോ കാണാത്തതല്ല എന്ന് എം ടിക്ക് സംശയം തോന്നി. അവരെന്തുകൊണ്ടോ അത് കാണുന്നില്ല. അയാളൊരു മാന്യനായിരുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ അയാളൊരു നല്ലവനായിരുന്നു എന്നുള്ള വേർഷനിൽ ഇവരാരും കാണാത്തതല്ലേ എന്ന് എം ടി സാറിന് സംശയം തോന്നി. കിട്ടാവുന്നത്ര വിവരങ്ങൾ ശേഖരിച്ച് പഠിച്ചു. ചന്തുവിൻ്റെ മനസ്സ്, സങ്കടങ്ങൾ, നിസ്സഹായത, അയാളുടെ ബലഹീനതകൾ, അനാഥത്വം ഏൽപ്പിച്ച നൊമ്പരങ്ങൾ, ഒറ്റപ്പെടലേൽപ്പിച്ച ഏകാന്തത, ജീവന് തുല്യം സ്നേഹിച്ചവൾ കൊഞ്ചിച്ച് വഞ്ചിച്ചത്. ഈ കൊഞ്ചിച്ച് വഞ്ചിച്ച കഥ പറഞ്ഞപ്പോൾ ഇപ്പോൾ എം ടി സാർ മരിച്ചവൻ പലരും പറഞ്ഞിട്ടില്ലേ, എം ടി വാസുദേവൻ നായർ ഒരു സ്ത്രീ വിരുദ്ധനാണ് എന്നൊക്കെയാണ് എം ടി സാറിന് ചാർത്തി കൊടുക്കുന്ന പുതിയ പട്ടം. ചരിത്രത്തിൽ നിന്നും എം ടി ഇതൊക്കെ മാറ്റിവെച്ചപ്പോൾ ഒരു വലിയ സിനിമയുടെ തീമായി മാറി. ചതിയനല്ല ചന്തു, ചതിക്കപ്പെട്ടവനാണ് ചന്തു എന്ന് എം ടി സാർ ഉറപ്പിച്ചു. സാഹചര്യങ്ങൾ, തെളിവുകൾ ഒക്കെ വച്ചിട്ടാണ് എം ടി സാർ അത് ഉറപ്പിച്ചത്. എം ടിയുടെ നായകന്മാരെല്ലാം തിരസ്കരിക്കപ്പെട്ടവരായിരിക്കും. ഇവർക്കെല്ലാം അതുകൊണ്ട് തന്നെ എം ടിയോട് സാമ്യവും ഉണ്ടാവും. ചർച്ചകൾ, കുറിപ്പുകൾ, വൺ ലൈൻ അങ്ങനെ കാര്യങ്ങൾ പുരോഗമിക്കവേ ബോബൻ കുഞ്ചാക്കോ സിനിമാ നിർമ്മാണം ഉപേക്ഷിച്ചു. അദ്ദേഹം പുതിയ സിനിമാ പ്രൊഡക്ഷൻ നിർത്തുന്നു എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചു. അപ്പോൾ ബോബൻ കുഞ്ചാക്കോയ്ക്ക് വേണ്ടി ഹരിഹർ സാർ സംവിധാനം ചെയ്ത് എം ടി എഴുതി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചിരുന്ന സിനിമ നിലയ്ക്കേണ്ടതാണ്. ഇതറിഞ്ഞിട്ടും എം ടി സാർ മുന്നോട്ട് തന്നെ പോയി. അത്രയ്ക്ക് എം ടി സാറിന് ചന്തുവിന് ഇഷ്ടപ്പെട്ടു. ഈ വലിയ പ്രോജക്റ്റ് നടക്കാതെ പോയാൽ നോവലായി മാറ്റാം എന്നായിരുന്നു എം ടി സാർ ആലോചിച്ചത്. തിരക്കഥാ ചർച്ചയും എഴുത്തും തുടർന്നു. ഈ സമയത്താണ് പി വി ഗംഗാധരൻ എം ജിയെ കാണുന്നത്. നമുക്ക് കോഴിക്കോട്ടുകാരനായതുകൊണ്ട് പഴശ്ശിരാജയുടെ ജീവിതം സിനിമയാക്കണം എന്ന് പറയാനാണ് പി വി ജി എം ടി സാറിനെ കണ്ടത്. ചന്തുവിനെ വിശ്രമത്തിന് വിട്ടിട്ട് എം ടിയും ഹരിഹരനും പഴശ്ശിരാജയുടെ പുറകെ പോയി. ആലോചനകൾ മുറുകുമ്പോഴാണ് കോഴിക്കോട്ട് തന്നെ കോഴിക്കോട്ടുകാരായ ഐ വി ശശിയും ടി ദാമോദരനും 1921 എന്ന സിനിമ എടുക്കുന്നു. മാപ്പിള കലാപമാണല്ലോ 1921 ഇതിവൃത്തം. അത് സിനിമയാക്കാൻ വേണ്ടി ദ്രുതഗതിയിൽ നീക്കങ്ങൾ നടക്കുന്നു എന്ന് എം ടി സാർ അറിഞ്ഞു. പഴശ്ശിയുടെ കഥയും 1921 മാപ്പിള ലഹളയും വിദേശികൾക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരമാണല്ലോ വിഷയം. പഴശ്ശിരാജയുടെ എഴുത്തവിടെ നിന്നു. പകരം ചന്തുവിൻ്റെ കഥ കേട്ട പി വി ഗംഗാധരൻ പറഞ്ഞു, ഈ പ്രോജക്റ്റ് ഞാൻ ഏറ്റെടുക്കാം, നമുക്ക് ചന്തു ആവാം, പഴശ്ശിരാജയെ വിടാം എന്ന് തീരുമാനിച്ചു. ഊട്ടിയിലുള്ള KTCയുടെ കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പി വി ജിയുടെ അച്ഛൻ്റെ ആണല്ലോ, KTCയുടെ അതിഥി മന്ദിരത്തിലിരുന്ന് എം ടി വാസുദേവൻ നായർ നല്ലവനായ ചന്തുവിൻ്റെ തിരക്കഥ എഴുതി തീർത്തു. 15 ദിവസം കൊണ്ട്, ഒരുപാട് ഹോംവർക്ക് ചെയ്തെങ്കിൽ പോലും 15 ദിവസം കൊണ്ട് എം ടി ഒരു വടക്കൻ വീരഗാഥയുടെ തിരക്കഥ പൂർത്തിയാക്കി. ഇന്നത്തെ അഭിനവ തിരക്കഥാകാരന്മാരോട് പറഞ്ഞാൽ അത് എം ടി പുളുവടിക്കുകയാണെന്നേ പറയും. പക്ഷേ 15 ദിവസമേ അതിൻ്റെ തിരക്കഥയ്ക്ക് എടുത്തുള്ളൂ. ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് മാത്രം എം ടി മാറ്റിവെച്ചു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എം ടിയെ ചുറ്റിച്ചു എന്ന് പറയാം. ആരോമലുണ്ണിയെയും കണ്ണപ്പനുണ്ണിയെയും ചന്തു ആയുധം കൊണ്ട് കീഴ്പ്പെടുത്തി കൊല്ലാതെ വിടാം, അങ്ങനെ ഒരു ക്ലൈമാക്സ് ആക്കാം എന്ന് തീരുമാനിച്ചു. അല്ലെങ്കിൽ കാമുകി ഇപ്പോഴും മനസ്സിലുള്ളതിൻ്റെ ഒരു കൺസെഷൻ, പിള്ളേരല്ലേ നിങ്ങളുടെ ഔദാര്യം വേണ്ട എന്ന് പറഞ്ഞ് പോകാതിരിക്കുമോ? ഇപ്പം നിങ്ങളെ കൊല്ലാതെ വിടുന്നു എന്ന് പറയുമ്പോൾ പിള്ളേർ പറയും അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ അമ്മയുടെ കാമുകനായിരുന്നു എന്ന് വിചാരിച്ച് നിങ്ങളുടെ കൺസെഷൻ ആവശ്യമില്ല എന്ന് പിള്ളേർ പറഞ്ഞാലോ? അങ്ങനെയും എം ടി സാർ ചിന്തിച്ചു. അപ്പോൾ അവന്മാരെ കൊല്ലേണ്ടി വരും. കൊന്നാലോ ചന്തു പിന്നെയും ചതിയനാവും. ആകെ പുലിവാലായി. എം ടി വല്ലാത്ത സംഘർഷത്തിലായി. ചിത്രീകരണം തൽക്കാലം നിർത്തിവെച്ചു. ക്ലൈമാക്സ് നമുക്ക് പിന്നെ എടുക്കാം എന്ന് പറഞ്ഞ് നിർത്തിവെച്ചു. എം ടി വീട്ടിലേക്ക് മടങ്ങി. ചന്തു എം ടിയുടെ മുന്നിലെത്തിയിരിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തൻ്റെ ദുഃഖത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും നിരാശയുടെയും കെട്ടഴിച്ചിരിക്കാം. വേദനകൾ എം ടിയോട് പങ്കിട്ടിരിക്കാം. അവസാനം ചന്തു തന്നെ പറഞ്ഞതായിരിക്കാനാണ് സാധ്യത, പ്രിയപ്പെട്ട എം ടി, ഞാൻ തന്നെയാണ് എൻ്റെ ശത്രു, പക്ഷേ എനിക്ക് തോൽക്കാൻ വയ്യ, പകരം ഞാൻ തന്നെ സ്വയം തോൽക്കാം. വീണ്ടും ചിത്രീകരണം ആരംഭിച്ചു. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അരശു സ്റ്റുഡിയോയിൽ
കളരിത്തറയുടെ ഒരു ഭാഗം വീണ്ടും കൃഷ്ണമൂർത്തി സെറ്റിട്ടു. ചിത്രീകരണം എന്താ പറയുക, നിർത്തിവെച്ചിടത്തുള്ള ഒരു ആയുധവും കിട്ടിയില്ല. കാരണം അത് കേരളത്തിലല്ലേ. പല ആയുധങ്ങളും കളരി വിളക്കുകളും എല്ലാം മാറി. മദ്രാശിയിലെ സിനി ക്രാഫ്റ്റിൽ കിട്ടാവുന്ന സാധനങ്ങളൊക്കെ ഒപ്പിച്ച് സീൻ റെഡിയാക്കി. ആരോമലുണ്ണിയെയും കണ്ണപ്പനുണ്ണിയുടെയും മുന്നിൽ ഗദ്ഗതത്തോടെ നിൽക്കുന്ന ചന്തുവിനെ നോക്കിയിരിക്കുന്നവർ കളരി വിളക്കിൻ്റെ രൂപമാറ്റം നോക്കില്ലല്ലോ. നമ്മൾ നോക്കുക, നമ്മൾ സിനിമ ചിലരുണ്ടങ്ങനെ സിനിമ കാണേയില്ല. ഈ സിനിമയിൽ എങ്ങനെ കുറ്റം കണ്ടുപിടിക്കാമെന്ന് ഇങ്ങനെ നോക്കിയിട്ടിരിക്കും. അത് അവിടെ ഒരു പശു നേരത്തെ നിന്ന്, ഇപ്പോൾ ആ പശുവില്ല. അല്ലെങ്കിൽ യേശു ക്രിസ്തു ടാറിൻ്റെ റോഡിൽ കൂടെ പോകണം എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം പറയാറുണ്ടില്ലേ. പക്ഷേ ചന്തുവായി സ്ക്രീനിൽ മമ്മൂട്ടി പെർഫോം ചെയ്യുന്ന കണ്ടപ്പോൾ കേരളത്തിൽ ചിത്രീകരിച്ച ക്ലൈമാക്സിൻ്റെ ബാക്കി മദ്രാസിലെടുക്കുമ്പോൾ ഈ വിളക്ക് നേരത്തെ ഇല്ലായിരുന്നല്ലോ എന്ന് ആർക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല. എല്ലാവരും എന്താ പറയുക, ചന്തുവിൻ്റെ മുഖത്ത് നോക്കിയിരിക്കുകയായിരുന്നു. ചന്തുവിനെ നന്നായി പഠിച്ച മമ്മൂട്ടിക്ക് MT കുറിച്ചു കൊടുത്ത സംഭാഷണങ്ങൾ കാണാപ്പാഠങ്ങളായിരുന്നു. 4 മണിക്കൂർ സമയമേ ക്ലൈമാക്സ് ചിത്രീകരിക്കാനായിട്ട് വേണ്ടി വന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പിരിയം വളയാം. 4 മണിക്കൂറുണ്ടെന്നും വടക്കം വീരാതയുടെ ക്ലൈമാക്സ് എടുത്തിരിക്കില്ല എന്ന് തോന്നാം. പക്ഷേ 4 മണിക്കൂറേ വേണ്ടി വന്നുള്ളൂ. ഈ സിനിമയുടെ ക്യാമറാമാൻ രാമചന്ദ്ര ബാബു സാറാണല്ലോ. രാമേന്ദ്ര ബാബു സാർ പറയുന്നത്, ക്യാമറയുടെ വ്യൂ ഫൈൻഡറിലൂടെ ഞാൻ കണ്ടത് സർവവും നഷ്ടപ്പെട്ട ചന്തുവിനെ ആയിരുന്നു എന്നാണ്. അല്ലാതെ ഞാനതിൽ വ്യൂ ഫൈൻഡറിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ മമ്മൂട്ടിയെ കണ്ടില്ല എന്നാണ് ബാബു സാർ പറയുന്നത്. അതും ഒരു ഭാഗ്യമാണ്. കാരണം നമ്മൾ തിയേറ്ററിൽ വന്നിട്ടില്ല ഇതെല്ലാം കാണുന്നത്. വ്യൂ ഫൈൻഡറിലൂടെ തന്നെ ചന്തുവിനെ ആദ്യം കണ്ടത് ബാബു സാറാണല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, വ്യൂ ഫൈൻഡറിലൂടെ ഞാൻ കണ്ടത് സർവവും നഷ്ടപ്പെട്ട ചന്തുവിനെ ആയിരുന്നു. വീരഗാഥയിൽ ശരിക്കും ചുറ്റിച്ചത് ഉണ്ണിയാർച്ചയുടെ കാസ്റ്റിംഗ് ആയിരുന്നു. പ്രൗഢയായ ശക്തയായ സ്ത്രീത്വത്തിൻ്റെ സിമ്പലാണല്ലോ ഉണ്ണിയാർച്ച. കൈക്കരുത്തും വായ്ക്കരുത്തും ഒരുമിച്ച് നിന്നാൽ ഒരു പുരുഷനും അടിയറവ് പറയുന്ന ഒരു പുരുഷഭാവം ആ സ്ത്രീക്കുണ്ടായിരിക്കണം. ഒപ്പം ചന്തുവിനെ പോലെ അചഞ്ചലനായ ആണൊരുത്തനെ തൻ്റെ നോട്ടം കൊണ്ട് വീഴ്ത്താനും കൊതിപ്പിക്കാനുമാകണം. അത്തരമൊരു മുഖത്തിനായി MT സാറും ഹരൻ സാറും PVജിയും രാമേന്ദ്രബാബുവും ചേർന്ന് ബോംബെക്ക് പോയി. അവിടെ പല പുതുമുഖ നടിമാരെയും കണ്ടു. പക്ഷേ ജ്വലിക്കുന്ന കണ്ണുകളോ ത്രസിപ്പിക്കുന്ന വീര്യമോ ഉള്ള ഒരാളെയും ബോംബെയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം ഒരാളെത്തി. MTയുടെ തിരക്കഥയിൽ സർക്കസ് കളിക്കാരിയായി വളർത്തുമൃഗങ്ങളിൽ അഭിനയിച്ച മാധവി. ഹരിഹരൻ്റെ ആക്ഷൻ പടം ലാവയിൽ നസീർ സാറിൻ്റെ നായികയായി മലയാളത്തിൽ വന്ന മാധവി. ടിക് 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 എന്ന ഭാരതിരാജയുടെ പടത്തിൽ എന്താ പറയുക, ഒരു 99% വസ്ത്രമില്ലാതെ അഭിനയിച്ച മാധവി എന്ന് പറയുന്ന മാധവിക്കപ്പുറം ഒരു നടിയെ ആർച്ചയാക്കാൻ വേറൊരു കലാകാരി ഇന്ത്യൻ സിനിമയിലില്ല എന്ന് ഈ 4 പേരും ഉറപ്പിച്ചു. ശൗര്യത്തിയോടെയുള്ള മാധവിയുടെ നടപ്പും ഇരിപ്പും വാക്കുകളും നോട്ടങ്ങളും ചിരിയും എല്ലാം ആർച്ചയ്ക്ക് നല്ല ചേർച്ചയായി. ചിത്രത്തിൻ്റെ പശ്ചാത്തലമൊരുക്കാൻ കലാസംവിധായകൻ കൃഷ്ണമൂർത്തി സ്റ്റിൽ ഫോട്ടോഗ്രാഫറെയും വീഡിയോഗ്രാഫറെയും കൂട്ടി പഴയ കൊട്ടാരങ്ങളും കോവിലകങ്ങളും തറവാടുകളും കയറി ഇറങ്ങി ഷൂട്ട് ചെയ്തു കൊണ്ടുവന്നു. പഴയകാല ആഭരണങ്ങൾ, വിളക്കുകൾ, തടിയിൽ തീർത്ത ഉപകരണങ്ങൾ, ഭക്ഷണപാത്രങ്ങൾ എല്ലാം ക്യാമറയിൽ പകർത്തി MTയെയും ഹരൻ സാറിനെയും കാണിച്ചു. സ്ക്രിപ്റ്റിന് ആവശ്യമുള്ളവ കാണാൻ MTയും ഹരൻ സാറും കൂടെ പോയി. പ്രധാന ലൊക്കേഷനായ പുത്തൂരം വീടായി ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയും അരിങ്ങോടരുടെ വീടായി പാലക്കാട് കൊല്ലങ്കോട് കൊട്ടാരവും തിരഞ്ഞെടുത്തു. കൊല്ലങ്കോട് കൊട്ടാരത്തിനടുത്ത് മനോഹരമായ മറ്റൊരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നുണ്ട്. സംവിധായകന് ആ കൊട്ടാരം വേണം. അവിടെ പോയി സംസാരിച്ച വീട്ടുടമസ്ഥൻ പറഞ്ഞു തരില്ല. അത് അവരെ താൻ നേരിക്കണ്ട് സംസാരിച്ചാൽ ആ വീട് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു പ്രതീക്ഷ MT സാറിനുണ്ടായിരുന്നു. അങ്ങനെ സാക്ഷാൽ MT വാസുദേവൻ നായർ തന്നെ ബാംഗ്ലൂർ പോയി ഈ കൊട്ടാരത്തിൻ്റെ അവകാശക്കാരോട് ഷൂട്ടിങ്ങിന് വേണ്ടി തരണം, വടക്കം വീര ഒരു ചരിത്ര പടം എടുക്കാനാണ്, ഒരു വടക്കം പാട്ട് എടുക്കാനാണ്, ഞാനാണ് തിരക്കഥ എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. പക്ഷേ ഒരു കാരണവശാലും ആ കൊട്ടാരം തരില്ല എന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞു. അതെന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ MT സാർ തന്നെ ഞെട്ടി. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊട്ടാരത്തിലാണ് N ശങ്കരൻ നായരുടെ തമ്പുരാട്ടി എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്തത്. തമ്പുരാട്ടി നിങ്ങളൊക്കെ കണ്ടിരിക്കും. പ്രമീളയുടെ
ഉടുവസ്ത്രമില്ലാത്ത ഒരുപാട് സീക്വൻസുകളുള്ള പടമാണല്ലോ, കുളിയും കിടപ്പറയും ഒക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ഈ പ്രമീളയെ അടക്കം തമ്പുരാട്ടിയിൽ അഭിനയിച്ച പലരെയും വെച്ച് നഗ്ന സീനുകൾ യഥേഷ്ടം ഈ കൊട്ടാരത്തിനകത്ത് ചിത്രീകരിച്ചു. അതോടെ ഈ കൊട്ടാരത്തിൻ്റെ അവകാശികൾ എടുത്ത തീരുമാനമാണ് മേലിൽ വിവരം കെട്ട സിനിമാക്കാരന്മാരെ കൊട്ടാരത്തിൽ കയറ്റണ്ട. എം ടി സാറിന് മറുപടി പറയാൻ പറ്റാതായിപ്പോയി. എം ടി അപേക്ഷിച്ചിട്ട് പോലും കൊട്ടാരം വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല. അല്ല, ഈ ആ സിനി ക്രൂ വന്ന് ചെയ്ത പോലെ ഒന്നും ഇതിലുണ്ടാവില്ല. ഇത് KTC ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഹരിഹരനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, മമ്മൂട്ടിയാണ് ചന്തു ആവുന്നത്, ഞാനാണ് തിരക്കഥ എഴുതുന്നത് എന്നൊക്കെ അപേക്ഷിച്ച് നോക്കിയിട്ടും കൊട്ടാരം കിട്ടിയില്ല. ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലെ ആനത്താവളം കളരിയുടെ സെറ്റായി നിശ്ചയിച്ചു. അവിടെ ഒരു കുളവും അതിൻ്റെ നടുവിലൊരു അമ്പലവും കൃഷ്ണമൂർത്തി സെറ്റിട്ടു. സമീപത്തെ കെട്ടിടത്തിലെ ഓടുകൾ പുതിയ രീതിയിലുള്ളതാണ്. അതിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് മോൾഡ് ചെയ്തെടുത്ത് പഴയ ഓടുകൾ നിരത്തി. ചിത്രീകരണ സാമഗ്രികൾ കൈകാര്യം ചെയ്യാൻ ഒരു ടീമിനെ തന്നെ ഷൂട്ടിംഗ് ക്രൂ ഉണ്ടാക്കി. പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ആൻറ്റിക്കുകളുടെ അടിയിലൊക്കെ സ്റ്റിക്കർ പതിച്ചു. അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തി. ഉപയോഗം കഴിഞ്ഞാൽ അതേ ആൾ തന്നെ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണം, അല്ലെങ്കിൽ തിരിച്ച് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ താമസിക്കുന്നിടത്തേക്ക് പോകുമ്പോൾ അത് കൊണ്ടുപോയിക്കൊള്ളണം. കാരണം അത്രയും വിലപിടിപ്പുള്ള ആൻറ്റിക്കുകളല്ലേ. വസ്ത്രാധാരണം പഴയ വടക്കംപാട്ട് സിനിമകളിലെ പോലെ രാജാപാർട്ട് വേഷം വേണ്ട എന്ന് ആദ്യമേ തീരുമാനിച്ചു. അപ്പോൾ വസ്ത്രാലങ്കാരത്തിൻ്റെയും ചുമതല കൃഷ്ണമൂർത്തിക്കായിരുന്നു. കലാസംവിധായകനായ കൃഷ്ണമൂർത്തിയാണ് വസ്ത്രാലങ്കാരത്തിൻ്റെയും ചുമതലക്കാരനായിരുന്നത്. കേരളീയ രീതിയിലുള്ള വേഷങ്ങൾ മതിയെന്ന് ആദ്യമേ നിശ്ചയിച്ചു. കൊല്ലങ്കോട് കൊട്ടാരത്തിന് മുന്നിലൂടെ ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്നുണ്ട്. അത് ഫ്രെയിമിൽ വരാതിരിക്കാൻ കുരുത്തോല നിരത്തി കെട്ടി. ഈ മുകളിലൂടെ പോകുന്ന ഫ്രെയിമിൽ കാണാതിരിക്കാൻ വേണ്ടി കൊട്ടാരത്തിന് മുന്നിൽ കുരുത്തോല നിരത്തി കെട്ടി. അപ്പോൾ എല്ലാ ദിവസവും ചിത്രീകരണം നടക്കുന്ന എല്ലാ ദിവസവും കെട്ടേണ്ടി വരും. എത്ര ബുദ്ധിമുട്ടിയെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ കൊട്ടാരത്തിൻ്റെ മുന്നിൽ ടാറിട്ട റോഡാണ്. ആ റോഡ് മുഴുവൻ മണ്ണിട്ട് നിരത്തി, ടാറിൻ്റെ പുറത്ത് മണ്ണിട്ടു. കൊട്ടാരത്തിലെ ഇലക്ട്രിക് വയറിങ്ങൊക്കെ കാണാതിരിക്കാൻ, അല്ലെങ്കിൽ സ്വിച്ച് ബോർഡുകളൊന്നും കാണാതിരിക്കാൻ എല്ലാം മറച്ച് ആർട്ടിൻ്റെ ഫ്രെയിം ഫോട്ടോകൾ വെച്ച് മറച്ചു. ചെണ്ടകളിൽ കെട്ടിയിരുന്ന നൈലോൺ ചരടുകൾ പോലും അഴിച്ചു മാറ്റി. എത്ര ശ്രദ്ധിച്ചാണ് ആ പടം ചെയ്തതെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കും. ചെണ്ടകളിലൊക്കെ ഈ കയർ വലിച്ച് കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ചിലയിടത്തൊക്കെ നൈലോൺ കയറുകളൊക്കെ ഉണ്ടായിരുന്നു ചിലതിൽ. അതിനെല്ലാം അഴിച്ചു മാറ്റി. കൊല്ലങ്കോട് കൊട്ടാരത്തിലായിരുന്നു ആദ്യ ചിത്രീകരണം. പ്രായമായ ചന്തുവിൻ്റെ കഴുത്തിൽ രുദ്രാക്ഷമാല വേണം. പിച്ചള മമ്മൂട്ടിക്ക് അലർജിയാണ്. അതിനെന്താ എന്ന് പറഞ്ഞ് സ്വർണത്തിൽ കിട്ടിയ രുദ്രാക്ഷമാല വാങ്ങിയാണ് ആ പടത്തിൽ മമ്മൂട്ടിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൊഡക്ഷൻ KTC അല്ലേ, സ്വർണത്തിൽ കെട്ടിയ രുദ്രാക്ഷം വരുത്തി. കാരണം അങ്ങനെ അലർജിയായി ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വെച്ച് സ്വർണത്തിൽ തന്നെ ഉള്ളത് വാങ്ങി. കൊട്ടാരത്തിൻ്റെ സമീപത്ത് മത്സ്യമാംസാദികൾ പാടില്ല എന്ന നിർബന്ധമുണ്ടായിരുന്നു. മമ്മൂട്ടിക്കാണെങ്കിൽ മത്സ്യമാംസാദികളില്ലാതെ ആഹാരം കഴിക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും കഴിയില്ല. സസ്യാഹാരത്തിൽ പ്രതിഷേധിച്ച് ഒരു ദിവസം ആഹാരം ഉപേക്ഷിച്ചു മമ്മൂട്ടി. പിറ്റേന്ന് മുതൽ റോഡിൽ കിടക്കുന്ന കാറിൽ പോയിരുന്ന് നോൺ വെജിറ്റേറിയൻ ആഹാരം കഴിച്ചിട്ട് അദ്ദേഹം തിരിച്ച് ലൊക്കേഷനിലേക്ക് വരാം. അന്ന് കാരവാനില്ലല്ലോ. വടക്കൻ വീരഗാഥയിലെ ശ്രദ്ധേയമായ സീനുകളിലൊന്ന് ഒരു നിലാവുള്ള രാത്രിയിൽ ചന്തു ആർച്ചയെ കാണാൻ കുതിരപ്പുറത്ത് കയറിയും പുഴ നീന്തിക്കിടന്നും വരുന്നതാണ്. എനിക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഡേ ഫോർ നൈറ്റാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, രാത്രിയല്ല അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എനിക്കെന്തോ അതിൻ്റെ സ്ലോ മോഷനിൽ കുതിരപ്പുറത്തൊക്കെ ഒരു വളവിൽ നിന്ന് ഇങ്ങനെ മമ്മൂക്ക അതായത് ആർച്ചയെ കാണാനുള്ള ആർത്തിയോടെ വരുന്നത് ആ വരവിൽ തന്നെ കാണാം. മനോഹരമായി ചിത്രീകരിച്ച ഷോട്ടുകളായിരുന്നു. അപ്പോൾ പുഴ നീന്തിക്കിടന്നും കുതിരപ്പുറത്ത് വരുന്നതുമൊക്കെ ചിത്രീകരിക്കണം. ചന്തുവിൻ്റെ ജീവിതത്തിൽ അപമാനത്തിൻ്റെ കരിന്തിരി കത്തിച്ച രംഗമാണ്. കാരണം അവിടെ ചില ആർച്ച പറ്റിക്കുമല്ലോ. ഇന്ദുലേഖ കൺ തുറന്നു എന്ന പാട്ടിലൂടെയാണ് ചന്തുവിൻ്റെയും ആർച്ചയുടെയും ഈ സല്ലാപം ചിത്രീകരിക്കേണ്ടത്. നിലമ്പൂരിൽ നല്ല വെള്ളമുള്ള സ്ഥലം കണ്ടെത്തി വെച്ചു. പക്ഷേ ഈ വിശാലമായ സ്ഥലം രാത്രി ലൈറ്റപ്പ് ചെയ്യുക അസാധ്യമാണ്. രാത്രി തന്നെ എങ്ങനെയും ചിത്രീകരിക്കാമെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഭംഗിയൊന്നും എക്സ്പോസ് ആവുകയില്ല. അതുകൊണ്ട് ഡേ ഫോർ നൈറ്റായി ചിത്രീകരിക്കാൻ തീരുമാനിച്ചു. അതിരാവിലെയും വൈകുന്നേരവുമായിരുന്നു ചിത്രീകരണം. ടോപ്പ് ലൈറ്റ് പറ്റില്ല, സൂര്യൻ മുകളിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി കിട്ടുമല്ലോ. ബാക്ക് ലൈറ്റ് തന്നെ വേണം. ഈ കാര്യങ്ങളിലൊക്കെ രാമേന്ദ്രബാബു സാർ ഭയങ്കര വാശി പിടിക്കുന്ന ആളാണ്. മുഴുവൻ ഷൂട്ടിംഗ് ക്രൂവും രാത്രി തന്നെ നിലമ്പൂരിലേക്ക് പോയി. എന്നാൽ മമ്മൂട്ടിക്ക് രാത്രി എറണാകുളത്ത് വീട്ടിൽ അത്യാവശ്യമായിട്ട് പോകണം. അത് രാവിലെ 7 മണിക്ക് ഞാൻ നിലമ്പൂരിൽ എത്തിക്കൊള്ളാമെന്ന് മമ്മൂട്ടി വാക്ക് കൊടുത്തു. പക്ഷേ അത് പാലിക്കാൻ മമ്മൂട്ടിക്ക് ആവില്ല എന്ന് ഹരസാറിന് ഉറപ്പുണ്ട്. ഇയാൾ 7 മണിക്ക് എറണാകുളത്ത് നിന്ന് നിലമ്പൂരിലെത്തില്ല.
രണ്ടുപേരും തർക്കമായി ബെറ്റ് വെച്ച് പിരിഞ്ഞു. എന്നാൽ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് മമ്മൂട്ടി വാക്ക് പാലിച്ചു. പുലർച്ചെ 2:30 എറണാകുളത്ത് നിന്ന് തിരിച്ച് കൃത്യം ഗുരുവായൂരിൽ 4 മണിക്ക് അദ്ദേഹം നിലമ്പൂരിലെത്തി. ഗുരുവായൂരിൽ നിന്ന് 4 മണിക്ക് സംവിധായകനും കുറവും പുറപ്പെട്ടു. കൃത്യസമയത്ത് നിലമ്പൂരിലെത്തിയ മമ്മൂട്ടി ആദ്യം തിരക്കിയത് സംവിധായകനാണ്. എവിടെ ഹരസാർ എവിടെ എന്ന് ചോദിച്ചു. സത്യസന്ധമായി പറഞ്ഞാൽ സംവിധായകൻ സെറ്റിലെത്തിയിട്ടില്ല. മമ്മൂട്ടി വൈകിയേ എത്തൂ എന്നുള്ള കണക്കുകൂട്ടിലായിരുന്നു ഹരസാർ. ഇത് മനസ്സിലാക്കിയ അസോസിയേറ്റ് ഡയറക്ടർ ശ്രീകുട്ടൻ, നമ്മുടെ ജയകുമാർ സാറിൻ്റെ അനിയൻ അല്ലെങ്കിൽ എം കൃഷ്ണൻ സാറിൻ്റെ മകൻ ശ്രീകുട്ടനാണ് ആ പടത്തിൻ്റെ അസോസിയേറ്റ്. അദ്ദേഹം ഓടി വന്ന് പറഞ്ഞു, സംവിധായകൻ നേരത്തെ എത്തി, ഹരസാർ നേരത്തെ എത്തി, ഒരു ലൊക്കേഷൻ ഫിക്സ് ചെയ്യാൻ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് വിശ്വസിച്ച് മമ്മൂട്ടി മേക്കപ്പ് ഇടാൻ പോയി. മമ്മൂട്ടി മേക്കപ്പ് ഇട്ട് വരുമ്പോൾ മുന്നിൽ ഹരസാർ നിൽക്കുന്നു. ഇവിടെ നടന്ന ഒന്നും അറിയാതെ ഇരുവരും ചിത്രീകരണത്തിലേക്ക് നീങ്ങി. മമ്മൂട്ടി നേരത്തെ എത്തി എന്നുള്ളത് ഹരസാറും അറിഞ്ഞില്ല, ഹരസാർ വൈകി എത്തിയെന്ന് മമ്മൂട്ടി അറിഞ്ഞില്ല. കാരണം രണ്ടും ശ്രീകുട്ടൻ വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു. വീരഗാഥ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഇന്ദുലേഖ കൺ തുറന്നു എന്ന പാട്ടിനിടയിൽ നീല വെള്ളി വെളിച്ചമുള്ള രാത്രിയിൽ കുതിരപ്പുറത്ത് ആർച്ചയെ കാണാനുള്ള ആക്രാന്തത്തിൽ ചന്തു വരുന്ന ഷോട്ട് മറക്കാനിടയില്ല. ഡേ ഫോർ നൈറ്റിൽ ഇത്രയും ഭംഗിയായി സ്ലോ മോഷൻ ഷോട്ടുകൾ നമ്മളധികം സിനിമകളിൽ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയും. ശ്രദ്ധിച്ചില്ല എങ്കിൽ നല്ല പകലത്ത് വരുന്നത് പോലെ തോന്നാം, ഇല്ലെങ്കിൽ കുറ്റാക്കുറ്റി ഇരുട്ടത്ത് വരുന്നത് പോലെയും ആകാം. അങ്ങനെ വരാതിരിക്കാനായി രാമേന്ദ്ര ബാബു എന്ന കലാകാരൻ ചെയ്തത് 85 എന്ന ഡേ ലൈറ്റ് കൺവേർഷൻ ഫിൽട്ടർ മാറ്റി ഇരുട്ട് തോന്നിക്കാൻ കുറച്ച് അണ്ടർ എക്സ്പോസും ചെയ്തു, ബാക്ക് ലൈറ്റ് നൽകി ഷൂട്ട് ചെയ്തു. ചേകവന്മാരുടെ കഥയാവുമ്പോൾ കളരി ഒരു പ്രധാന ഘടകമാവുമല്ലോ. വാള്, ചുറ്റിക, കുറുവടി, കത്തി, ഇവിടെ പ്രയോഗങ്ങളാണല്ലോ അംഗം മുറുകുന്നത്. തിരുവനന്തപുരം CVN കളരിയിൽ നിന്നാണ് അതിനായുള്ളവർ വന്നത്. സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജനുമായി സംസാരിച്ച് ആയുധമുറകൾ വിലയിരുത്തി. മമ്മൂട്ടിയും സുരേഷ് ഗോപിയും പുത്തൂരം തറവാട്ടിൽ ഏറ്റുമുട്ടുന്ന രംഗമെടുക്കണം. അതിൽ ഉയർന്ന് ചാടണം. അതിനായി പിന്നിൽ കൊളുത്തുള്ള റോപ്പ് റെഡിയാക്കി. കനം കുറഞ്ഞ സ്റ്റീൽ കമ്പിയാണ് റോപ്പിനായി ഉപയോഗിക്കുന്നത്. ഈ കമ്പി അരയിൽ മുറുക്കും. അതിൻ്റെ പുറത്തുകൂടി വെള്ള തുണി മടക്കി കെട്ടും. അപ്പോൾ വയ്ക്കുന്ന ഫ്രെയിമിൻ്റെ നിറം ഏതാണ്, ബാക്ക്ഗ്രൗണ്ടിൽ ഏത് നിറമാണോ വരുന്നത് ആ നിറത്തിൽ ഈ കമ്പിയിൽ ഈ റോപ്പിൽ ആ നിറം അടിക്കും. ഇപ്പോഴാണെങ്കിൽ ഏത് നിറത്തിലായാലും മാച്ച് കളയാൻ പറ്റും. ഇപ്പോൾ ഡിജിറ്റലായപ്പോൾ അങ്ങനെ സൗകര്യമുണ്ട്, ഏത് നിറത്തിലായാലും മതി, മാച്ച് കളയാൻ പറ്റും. നേർത്ത സ്റ്റീൽ കമ്പി കണ്ടപ്പോൾ ക്യാമറാമാൻ രാമചന്ദ്ര ബാബുവിന് ഒരു സംശയം. ഒരാളിൻ്റെ ഭാരം ഈ കമ്പി താങ്ങുമോ? 100 കിൻഡൽ സുഖമായി പൊങ്ങുമെന്ന് ത്യാഗരാജൻ മാഷ് ഉറപ്പ് കൊടുത്തു. ഈ പറയുന്നത് കേട്ടുകൊണ്ടാണ് മമ്മൂട്ടി അങ്ങോട്ട് കടന്നു വന്നത്. എന്നാൽ ആദ്യം ഈ റോപ്പിൽ എൻ്റെ ഡൂപ്പായ പഴനിയെ കയറ്റാൻ പറഞ്ഞു. പഴനിയെ നിങ്ങൾക്കറിയാം, ത്യാഗരാജൻ മാഷിൻ്റെ അനന്തരവനാണ്, സ്റ്റണ്ട് മാസ്റ്ററാണ്. എൻ്റെ സിനിമയിലെ ഫൈറ്റ് മാസ്റ്റർ പഴനി മാസ്റ്ററായിരുന്നു. അപ്പോൾ മമ്മൂട്ടിയുടെ ഡൂപ്പിടുന്നത് പഴനിയാണ്. പഴനിയെ ഒന്ന് ആ കയറി കെട്ടി ഒന്ന് മുകളിലോട്ട് വലിച്ച് കാണിക്കാൻ പറഞ്ഞു. പഴനിയെ മാസ്റ്റർ ആ നേർത്ത സ്റ്റീൽ കമ്പിയിൽ ബന്ധിച്ചു. ത്യാഗരാജൻ മാസ്റ്ററും സംഘവും റോപ്പിൻ്റെ മറ്റേ തലക്കിൽ നിന്ന് ആഞ്ഞു വലിച്ചു. പഴനി കുതിച്ച് മുകളിലേക്ക് പോയി. പോയതിൻ്റെ ഇരട്ടി വേഗത്തിൽ പഴനി താഴെ പതിച്ചു. കാരണം കമ്പി പൊട്ടിപ്പോയി. റോപ്പ് പൊട്ടി പഴനി മലർന്നടിച്ച് വീണപ്പോൾ റോപ്പ് വലിച്ച ത്യാഗരാജൻ മാസ്റ്റർ സംഘവും എതിർവശത്ത് മൂടിടിച്ച് വീണു. ശരിക്കും ഇത് കണ്ട മമ്മൂട്ടിയുടെ കണ്ണ് തള്ളിപ്പോയി എന്ന് പറയാം. താൻ കയറിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഡൂപ്പിനെ വച്ച് തന്നെ ആ ഭാഗം ചിത്രീകരിക്കാൻ പറഞ്ഞ് മമ്മൂട്ടി സ്ഥലം വിട്ടു. ക്ലൈമാക്സിൽ ഇതേ കമ്പിയിൽ കൊളുത്തി മമ്മൂട്ടി വാൾ പൈറ്റിൽ വാൾ തെറിച്ച് ആകാശത്തേക്ക് പൊങ്ങി താഴേക്ക് വരുമ്പോൾ ചന്തു മേലോട്ട് പോയിട്ട് ആ വാള് പിടിച്ചെടുക്കുന്ന ഒരു സീനുണ്ട്, നിങ്ങൾ കണ്ടിരിക്കുമല്ലോ പടത്തിൽ. ഈ സ്ലോ മോഷനായിരുന്നു. സ്ലോ മോഷനിൽ എടുക്കുന്ന ഈ സീനിന് വേണ്ടി, അതായത് മേളി ആകാശത്തു നിന്ന് ഇങ്ങനെ വരുന്ന വാളിനെ മമ്മൂട്ടി ചന്തു പറന്ന് ചെന്ന് വാളി പിടിക്കുന്ന ആ സീക്വൻസ് 13 ടേക്ക് വേണ്ടി വന്നു മമ്മൂട്ടിക്ക് ഓക്കെ ആക്കാൻ. രസകരമായ 2-3 സംഭവങ്ങൾ കൂടി പറഞ്ഞ് വടക്കൻ വീരഗാഥയുടെ ഈ കഥ അവസാനിപ്പിക്കാം. ഏതൊരു പ്രൊഡ്യൂസർക്കുമൊപ്പം ചില എർത്തുകൾ ജനിക്കും. ഇവരായിരിക്കും പ്രൊഡക്ഷൻ നിയന്ത്രിക്കുന്നതും മിക്കവാറും ചളകുളമാക്കുന്നതും. അത് ഏത് പ്രൊഡക്ഷനിലും ഉണ്ടാവും. അതെങ്ങനെ കിട്ടുന്നു എന്ന് അറിഞ്ഞൂടാ, ഇങ്ങനെ ചിലർ വന്ന് ചാടും. നല്ല നിർമ്മാതാവാണ് PV ഗംഗാധരൻ. അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേറെ ചിലരുണ്ട്.
MT എഴുതിയിട്ടോ ഹരിഹരൻ സംവിധാനം ചെയ്തിട്ടോ മമ്മൂട്ടി നായകനായിട്ടോ ഒരു കാര്യവും നടക്കില്ല. ഈ എർത്തുകളാണ് തീരുമാനിക്കുന്നത്. ഈ കാര്യദർശികൾ തീരുമാനിക്കുന്നത് എന്താണോ അതേ നടക്കും. ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലെ സെറ്റിൽ പാകിയിരുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് നിർമ്മിച്ച പഴയകാല കമത്തോടുകളായിരുന്നു. ചുവന്ന നിറമാണ് ആ ഓടിനടിച്ചത്. അത് നനവ് തട്ടി ഒലിച്ചു പോകാതിരിക്കാൻ ഈ ഓടിൻ്റെ പുറത്ത് വാർണിഷ് അടിക്കും. ആർട്ട് സെക്ഷൻകാർ 50 ലിറ്റർ വാർണിഷ് വേണമെന്ന് എഴുതി കൊടുത്തു. അപ്പോൾ ഈ ആലോചന കമ്മീഷൻ ആൾക്കാരുണ്ടല്ലോ, അവരെന്തെന്ന് വെച്ചാൽ ആ കമ്മിറ്റിക്കാർ അതിലെ പൂജ്യം അങ്ങ് വെട്ടി, എന്നിട്ട് 5 ലിറ്റർ വാർണിഷ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. 5 ലിറ്റർ എത്ര ദൂരം അടിക്കാമോ അത്രയും ദൂരം, തർക്കത്തിനൊന്നും പോയില്ല, എവിടം വരെ അടിക്കാമോ 5 ലിറ്റർ തികയുന്ന ദൂരം അത്രയും വാർണിഷ് അടിച്ചു വച്ചു. പിറ്റേന്നാണ് ഷൂട്ടിങ്. പക്ഷേ തലേ ദിവസം രാത്രി 11 മണി കഴിഞ്ഞപ്പോൾ, പിറ്റേന്നാണ് ഷൂട്ടിങ്. നാളെ ഈ സീൻ എടുത്തിട്ട് 11 മണിക്ക് മാധവിയെ ഫ്രീ ആക്കണം. കാരണം മാധവിക്ക് 11 മണിക്ക് പോയാൽ 1 മണിക്ക് എന്തോ ഉള്ള ഫ്ലൈറ്റിൽ അവർക്ക് ബോംബെക്ക് പോകണം. എല്ലാം ഓക്കെ. പക്ഷേ എന്ത് പറ്റിയെന്നടൽ അന്ന് രാത്രി ഒരു 11 മണി കഴിഞ്ഞപ്പോൾ അടപൊടി മഴ, തുള്ളിക്ക് ഒരു കുടം പേമാരി എന്ന് പറയുന്ന പോലെ മഴ പെയ്തു. അത് രാത്രി പെയ്തങ്ങ് തോർന്നു. രാവിലെ ഷൂട്ടിംഗ് ക്രൂ ലൊക്കേഷനിലെത്തിയപ്പോൾ ഈ സീൻ എടുക്കേണ്ട കുളം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ചെങ്കടൽ പോലെ ചുവന്ന വെള്ളത്തിൽ കിടക്കുന്നു കുളം. കാരണം വാർണിഷ് അടിച്ചിടം എല്ലാം അങ്ങനെ നിന്നു. വാർണിഷ് അടിക്കാതെ മേൽഭാഗം എവിടെയൊക്കെ അടിക്കാതെ വിട്ടോ അവിടുത്തെ ഓടിൽ മുഴുവൻ മഴ വീണിട്ട് ഈ പെയിൻറ്റ് മുഴുവൻ കളർ മുഴുവൻ ഒലിച്ച് കുളത്തിലിറങ്ങി. അങ്ങനെയാണ് ഈ ചെങ്കടൽ പോലെ ആയിപ്പോയത്. 50 ലിറ്റർ വാർണിഷ് കൊടുത്തിരുന്നെങ്കിൽ ഇതിപ്പോൾ എത്ര ലക്ഷം രൂപയുടെ നഷ്ടമെന്ന് പറയും. ഷൂട്ടിംഗ് മുടങ്ങി. 7 മുതൽ 11 വരെ നിൽക്കാമെന്നാണ് മാധവി പറഞ്ഞിരുന്നത്. അവർ സെറ്റിലെത്തിയപ്പോൾ രക്തക്കുളത്തിലെ എങ്ങനെ ചിത്രീകരിക്കും എന്നുള്ള ആലോചന നടക്കുകയാണ്. ഫയർ എഞ്ചിൻ വന്നു, വെള്ളം മുഴുവൻ വറ്റിച്ചു. പിന്നെ പോയി ശുദ്ധജലം കൊണ്ടുവന്ന് കുളത്തിൽ നിറച്ചു. മണി 11 കഴിഞ്ഞു. മാധവിയുടെ വഴിക്ക് ബോംബെക്ക് പോയി. ആലോചിച്ച് നോക്കി, 50 ലിറ്റർ വാർണിഷിന് അങ്ങേ അറ്റം പോയാൽ ഒരു 5000 രൂപ വയ്ക്കാം, അല്ലെങ്കിൽ പോട്ടെ 10000 രൂപ വയ്ക്കാം. ഇത് ഒന്ന് മാധവി പോയാൽ പിന്നെ അടുത്ത ഷെഡ്യൂളിൽ അവർ വരുമ്പോൾ ഈ സെറ്റ് മുഴുവൻ ഇടണം. 2 ഫയർ എഞ്ചിൻ വന്ന് ഈ കുളത്തിൽ അടിച്ചിരിക്കുന്ന 50,000 ലിറ്റർ വെള്ളം വരില്ല, അത്രയും വെള്ളം അടിച്ച് ദൂരെ കളയണം. എന്നിട്ട് ദൂരെ പോയി ശുദ്ധജലം കൊണ്ടൊന്ന് നിറയ്ക്കണം. എല്ലാം കൂടെ ലക്ഷക്കണക്കിന് രൂപ ഈ 50 ലിറ്റർ വാർണിഷ് വാങ്ങിച്ചു കൊടുക്കാത്തതിൽ നിന്ന് പ്രൊഡക്ഷന് നഷ്ടമായി. ഇതിനായി ഇനി മാധവി എന്നോ വരണം, ഈ സെറ്റ് വീണ്ടും ഇടണം. 50 ലിറ്റർ വാർണിഷ് അടക്കം അന്നും വേണം. ഇരിഞ്ഞാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഉണ്ണി ഗണപതി തമ്പുരാനെ എന്നുള്ള പാട്ട് എൻ്റെ ചില ഷോട്ടുകൾ എടുക്കാൻ തീരുമാനിച്ചത്. ചിത്രീകരിക്കാൻ എല്ലാം റെഡിയായപ്പോൾ പെട്ടെന്നൊരാൾ ക്യാമറയുടെ മുന്നിൽ ചാടി വീണു. ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഷൂട്ടിംഗ് നിർത്തണം, ഇതാ കോടതി ഉത്തരവെന്ന് പറഞ്ഞാൽ അയാൾ കോടതി ഉത്തരവ് കൊടുത്തു. ക്ഷേത്രത്തിൻ്റെ ചുവരുകളിൽ തൂക്കിയിരുന്ന പല ദൈവങ്ങളുടെ ഫോട്ടോകളും ഫ്രെയിം ചെയ്ത് വച്ചിരുന്നത് ആർട്ടിൻ്റെ കൃഷ്ണമൂർത്തിയുടെ അസിസ്റ്റൻ്റുമാരെ എടുത്തു മാറ്റി. കാരണം അച്ചടി വരുന്നതിന് മുമ്പുള്ള കഥയാണല്ലോ പറയുന്നത്. പനയിലെ അന്നത്തെ എഴുത്തൊക്കെ ഈ നാരായൺ വെച്ച് എഴുതുന്ന കാലമല്ലേ. അപ്പോൾ ഈ ശിവകാശി കലണ്ടർ ചെവരി തൂക്കി വയ്ക്കാൻ ഒക്കില്ലല്ലോ. അത്രയും ശ്രദ്ധിച്ചെടുക്കുന്ന പടമല്ലേ. അതുകൊണ്ട് ആ ഫോട്ടോകൾ എടുത്ത് മാറ്റിയത് ഈ വിദ്വാന് ഇഷ്ടപ്പെട്ടില്ല. അയാൾ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ചു. ജൂനിയർ ആർട്ടിസ്റ്റുകളായി വന്നവരിൽ നാനാജാതി മതസ്ഥർ ഉണ്ടെന്നും ക്ഷേത്രം അന്യമതസ്ഥർ കയറി ഇല്ലാതാക്കുമെന്നും അഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ കയറി എന്ന ന്യായം പറഞ്ഞാണ് സ്റ്റേ വാങ്ങിച്ചത്. അല്ല ഫോട്ടോയുടെ പേര് പറഞ്ഞല്ല വാങ്ങിച്ചത്. ഇതൊന്നും അറിയാതെ കലാസംവിധായകൻ കൃഷ്ണമൂർത്തി അമ്മന്നൂർ മാധവ ചാക്യാരെ കാണാൻ ഒരു ആട്ടോയിൽ പോവുകയായിരുന്നു. കൃഷ്ണമൂർത്തിയെ ചേസ് ചെയ്ത് ഒരു കാറ് ആട്ടോയെ തടഞ്ഞു. കാറിൽ നിന്നും ചാടി ഇറങ്ങിയവർ കൃഷ്ണമൂർത്തിയോട് ഒരു പേപ്പർ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളല്ലേ കൃഷ്ണമൂർത്തി? അതെ. നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വീരഗാഥ ഞങ്ങൾ സ്റ്റേ ചെയ്തിരിക്കുന്നു. കൃഷ്ണമൂർത്തി ആർട്ട് ഡയറക്ടറാണ്. പക്ഷേ യവന്മാർ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങേരാണ് ഈ ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. തമിഴനായതിനാൽ കൃഷ്ണമൂർത്തിക്ക് കാര്യം തിരക്കാൻ അല്പം സാവകാശം എടുത്തു. ഞാൻ പ്രൊഡ്യൂസറൊന്നും അല്ല, ആർട്ട് ഡയറക്ടറാണെന്നൊക്കെ മൂർത്തി പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും കാറിൽ വന്ന ചട്ടമ്പികൾ കൂടൽ മാണിക്യം കഴിഞ്ഞു. അവന്മാർ പേപ്പറും കൊടുത്ത് വാജു അടിച്ചിട്ട് അവന്മാർ പോയി. അന്ന് ഷൂട്ടിംഗ് മുടങ്ങി. പിറ്റേന്ന് മറ്റൊരു അമ്പലം കണ്ടെത്തിയാണ് ഈ ഉണ്ണി ഗണപതി തമ്പുരാൻ എന്നുള്ള പാട്ട് ചിത്രീകരിച്ചത്. കളരി വിളക്ക് തെളിഞ്ഞതാണോ എന്ന പാട്ടെടുക്കണം.
ഗീതയും തോഴിമാരും കുറേ നർത്തകിമാരും കയറി വരുന്ന ഒരു അരയന്ന തോണി വേണം. പീച്ചി ഡാമിലാണ് ഇത് ചിത്രീകരിക്കേണ്ടത്. കലാസംവിധായകൻ ഡിസൈൻ ചെയ്ത അരയന്നത്തിൻ്റെ മുഖമുള്ള തോണി ചെയ്യാൻ അന്നത്തെ കാലത്ത് 20,000 രൂപ ചിലവാകും. നേരത്തെ പറഞ്ഞ ആഘോഷ കമ്മിറ്റിക്കാർ 8,000 രൂപ അനുവദിച്ചു. അരയന്നം പ്രാവിൻ്റെ രൂപത്തിലായിപ്പോയി എന്ന് പറയണ്ടല്ലോ. തോണി ഒരു ബോട്ടിൽ കെട്ടിവലിച്ച് കൊണ്ടുവന്ന് ഗീതയും സംഘവും കയറിയപ്പോൾ നർത്തകർക്ക് കയറാൻ സ്ഥലമില്ല. ക്യാമറയ്ക്കടുത്ത് വള്ളം വന്നപ്പോൾ രാമേന്ദ്രബാബു വിവേന്ദ്ര കൂടെ നോക്കിയപ്പം അരയന്നത്തിൻ്റെ തല ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു. വലിയ വള്ളത്തിൽ സെറ്റ് ചെയ്യേണ്ട അരയന്ന തല ചെറിയ വള്ളത്തിൽ ആയപ്പോൾ ഗ്രിപ്പ് കിട്ടാതെ തല ഒടിഞ്ഞു പോയതാണ്. ഷൂട്ടിംഗ് മുടങ്ങി എന്ന് ഞാൻ പറയണ്ടല്ലോ. പിറ്റേന്ന് ആദ്യം പറഞ്ഞ വലിയ അരയന്ന തുണി ഉണ്ടാക്കിയാണ് ചിത്രീകരിച്ചത്. ചതിയനായ ചന്തുവിനെ മാന്യനായും ചങ്കൂറ്റുമുള്ള പെണ്ണൊരുത്തിയായി മലയാളി സ്നേഹിച്ച ഉണ്ണിയാർച്ചയെ തനി പെണ്ണായി വന്നാൽ സ്വീകരിക്കുമോ എന്ന ശങ്ക പലർക്കുമുണ്ടായിരുന്നു. ചന്തുവിന് ആണൊരുത്തനായിട്ടും ഈ ആണുങ്ങളുടെ ചങ്കൂറ്റുമുള്ള ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞിട്ട് ആ ഉണ്ണിയാർച്ച അങ്ങനെയല്ല, ചന്തുവിനെ ചതിച്ച പെണ്ണാണെന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിച്ചാൽ എന്താവുമെന്ന് സംശയമുണ്ടായിരുന്നു. മറ്റാരും കാണാത്തത് കാണും, ശപിച്ചുകൊണ്ട് കൊഞ്ചും ചിരിച്ചുകൊണ്ട് കരയുകയും മോഹിപ്പിച്ചുകൊണ്ട് വെറുക്കുകയും ചെയ്യുന്ന പെണ്ണാണ് ഉണ്ണിയാർച്ചയെന്ന് തെളിവുകൾ സഹിതം MT പറയിപ്പിച്ചു. കാര്യകാരണങ്ങളും യുക്തിയും ചരിത്രവും നിരത്തിയാണ് MT അത് പറഞ്ഞു വെച്ചത്. ചിത്രത്തെ ആദ്യം വിമർശിച്ചത് പ്രശസ്ത സംവിധായകനായ പരിണതപ്രജ്ഞനായ നമ്മുടെ മരിച്ചുപോയ KG ജോർജ് ആയിരുന്നു. ചന്തു അടക്കം ധരിച്ച വേഷവിധാനങ്ങൾ ഈ ഒരിക്കലും വടക്കപ്പാട്ട് സിനിമയ്ക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞാണ് ജോർജ് സാറ് വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. ഈ ഉദയയുടെ സിനിമകളൊക്കെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടായിരിക്കാം ഈ രാജാപാർട്ട് വേഷങ്ങൾ വേണമെന്ന് തോന്നിയത്. അവരും സാധാരണ മനുഷ്യരാണ് ഈ ചേകവന്മാരെന്നൊന്നും എന്തോ ജോർജ് സാറിന് തോന്നിയില്ല. തിരക്കഥ പൂർത്തിയായപ്പോൾ കഥ പറഞ്ഞു കൊടുത്ത് കൃഷ്ണമൂർത്തിയെ കൊണ്ട് സ്കെച്ചിട്ടു. സ്കെച്ചിലെ ചന്തുവിന് കൃഷ്ണമൂർത്തി വരച്ചു വന്നപ്പോൾ മമ്മൂട്ടിയുടെ സാദൃശ്യം ഉണ്ടായിരുന്നു. ആരോമലുണ്ണിയുടെ വേഷം തൻ്റെ സുഹൃത്തായ രതീഷിന് നൽകണമെന്ന് മമ്മൂട്ടി ശുപാർശ ചെയ്തു. സംവിധായകൻ അത് തള്ളി. സുരേഷ് ഗോപിക്കായി ആ വേഷം. അപ്പം മുതലാണ് സുരേഷ് ഗോപി മനസ്സുകൊണ്ട് മമ്മൂട്ടിയുമായിട്ട് ഇടഞ്ഞത്. പരസ്യമായി കാണുമ്പോൾ ഇക്കാന്നൊക്കെ വിളിക്കും, എൻ്റെ വലിയേട്ടനാണെന്നൊക്കെ പറയും. പക്ഷേ ഈ പറയുന്ന ആരോമലുണ്ണി അല്ല, ആരോമലുണ്ണിയുടെ വേഷം എനിക്ക് സിനിമയിൽ തുടക്കകാലത്ത് ഒരുപാട് സഹായം ചെയ്ത രതീഷിന് കൊടുക്കണമെന്ന് അദ്ദേഹം ന്യായമായിട്ടും പറഞ്ഞു. അല്ല, സുരേഷ് ഗോപി വെട്ടിയതല്ല. പക്ഷേ സുരേഷ് ഗോപി കരുതി വെച്ചത് എൻ്റെ വേഷം വെട്ടി രതീഷിന് കൊടുക്കാൻ മമ്മൂട്ടി കളിച്ചു എന്നായിരുന്നു. അത് കുറേ കാലം പരസ്യമായിട്ട് പറയില്ല എങ്കിലും രഹസ്യമായിട്ട് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുമായിരുന്നു, മമ്മൂട്ടി വെട്ടിയതാണ് എന്നുള്ള രീതിയിൽ. അരങ്ങോടരായി ക്യാപ്റ്റൻ രാജു, കണ്ണപ്പ ചേകവരായി ബാലകെ നായർ, കുഞ്ഞിയായി ഗീത, കുഞ്ഞുനൂലിയായി ചിത്ര. ചന്തു വിജയിക്കുമോ എന്ന കാര്യത്തിൽ മമ്മൂട്ടിക്ക് സന്ദേഹമുണ്ടായിരുന്നു. അത് സൂചിപ്പിച്ച മമ്മൂട്ടിയോട് താങ്കൾക്ക് സന്ദേഹം തോന്നുന്നുവെങ്കിൽ ചെയ്യേണ്ട, പുതിയൊരാളെ കണ്ടെത്തും എന്നാണ് സംവിധായകൻ പറഞ്ഞത്. മമ്മൂട്ടിയെ കളരി പഠിപ്പിക്കാനായി ഒരാളെ ഏർപ്പാടാക്കി കൊടുത്തു. 1980 പ്രധാനപ്പെട്ട അവാർഡുകൾ വീരഗാഥ നേടി. MT മികച്ച തിരക്കഥാകൃത്തായി, മമ്മൂട്ടി മികച്ച നടനായി. വടക്കൻ വീരഗാഥ, മൃഗയ, മഹായാനം, അതായത് ഹരിഹരൻ, IV ശശി, ജോഷി 3 പ്രശസ്ത സംവിധായകരുടെ 3 സിനിമകളിലൂടെ മികച്ച നടനായി മാറി. ഗീത മികച്ച രണ്ടാമത്തെ നടിയായി. മാസ്റ്റർ വിനീത് മികച്ച ബാലതാരമായി. രാമചന്ദ്ര ബാബു മികച്ച ഛായാഗ്രാഹകനായി. KS ചിത്ര മികച്ച ഗായികയായി. കൃഷ്ണമൂർത്തി മികച്ച കലാസംവിധായകനും ആയി. കലാമൂല്യവും ജനപ്രീതിയുമുള്ള ചിത്രത്തിലുള്ള അവാർഡും വീരഗാഥ നേടി. ഇത്രയും ഒരു ചിത്രം വാരിക്കൂട്ടിയിട്ടും വീരഗാഥയുടെ സംവിധായകൻ ഹരിഹരന് ഒന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് രസകരം. 1989 മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടി മതിലുകൾക്കൊപ്പം പങ്കിട്ട് നേടി. തിരക്കഥയ്ക്ക് ദേശീയ അവാർഡ് MTക്കായിരുന്നു. കലാസംവിധാനത്തിനും വേഷ സംവിധാനത്തിനും കൃഷ്ണമൂർത്തി ദേശീയ അവാർഡ് നേടി. ദേശീയ പുരസ്കാരത്തിനും ഈ സിനിമ ഇത്രയും അവാർഡുകൾ നേടിയിട്ടും അവിടെയും ഹരിഹരനെ ആരും കണ്ടില്ല എന്നുള്ളതാണ്. ഒരിക്കൽ പോലും അദ്ദേഹം ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചില്ല. 1989 ഈ വടക്കൻ വീരഗാഥ മത്സരിച്ച് ഇത്രയും അവാർഡുകൾ, സംസ്ഥാന അവാർഡുകൾ വാങ്ങുമ്പോൾ ആ വർഷത്തെ മികച്ച സംവിധായകനുള്ള അവാർഡ് മൃഗയെ ചെയ്ത IV ശശിക്കായിരുന്നു. മികച്ച സംവിധായകൻ ഞാനാണ് എന്നറിഞ്ഞ IV ശശി തന്നെ വല്ലാണ്ടായി. അദ്ദേഹം ഹരിഹരനെ നേരിട്ട് വിളിച്ച് തൻ്റെ വിഷമം പറയുകയും ചെയ്തു. കാരണം IV ശശി കരുതിയിരുന്നത് വടക്കൻ വീരഗാഥ ചെയ്ത ഹരിഹരൻ ഈ വർഷത്തെ മികച്ച സംവിധായകനാകും എന്നായിരുന്നു. പക്ഷേ
മൃഗയെ ചെയ്ത എനിക്കാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു മനസ്സിലൊരു വൈഷമ്യം. അദ്ദേഹം ഹരിഹര സാറിനെ വിളിച്ച് സംസാരിച്ചു. ഒരു വടക്കൻ വീരഗാഥയുടെ സംവിധായകന് നൽകേണ്ടതായിരുന്നു അവാർഡെന്ന് പരസ്യമായി പറഞ്ഞതും ആ വർഷത്തെ അവാർഡ് ജേതാവായ IVCC തന്നെയായിരുന്നു. ചതിച്ചവനല്ല, ചതിക്കപ്പെട്ടവനാണ് ചന്തു എന്ന തിരിച്ചറിവ് വടക്കൻ വീരഗാഥ പ്രേക്ഷകർക്ക് നൽകി. ഇപ്പോഴും മമ്മൂട്ടിയുടെ ഏറ്റവും നല്ല ഒരു 10 വേഷം തിരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും അതിൽ ഒരു വടക്കൻ വീരഗാഥയിലെ ചന്തു ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രത്തിലെന്നും ചന്തുവിനൊരു വലിയ സ്ഥാനം ഉണ്ടാവും. അത്രയും ലക്ഷണമൊത്തൊരു സിനിമയായിരുന്നു, അല്ലെങ്കിൽ ലക്ഷണമൊത്തൊരു തിരക്കഥയായിരുന്നു, നല്ല കാസ്റ്റിംഗ് ആയിരുന്നു, നല്ല രസകരമായി കണ്ടിരിക്കാവുന്ന നല്ല പാട്ടുകളുള്ള, ബോംബെ രവി മനോഹരമായി ചെയ്ത പാട്ടുകളുള്ള നല്ല സിനിമയായിരുന്നു വടക്കൻ വീരഗാഥ. ഹിറ്റുകളുടെ കഥ എന്നുള്ള ഈ പങ്ക്തിയിൽ വടക്കൻ വീരഗാഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞ ഇതിലെ പല കഥകളും ചിലപ്പോൾ നിങ്ങൾ മുൻപ് കേട്ടിരിക്കാനിടയില്ല. ആ ചരിത്ര സിനിമയായ വടക്കൻ വീരഗാഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഹിറ്റുകളുടെ കഥയിൽ ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാനുണ്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് MT സാറിനും ഹരൻ സാറിനും മമ്മൂക്കയ്ക്കും ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.